ഹലോ ഫ്രണ്ട്സ്, സ്വിറ്റ്സർലൻഡ് 2024 ഡിസംബർ മാസം പ്രക്ഷേപണം ചെയ്യുന്ന വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം. അവതരണം ജോസ് വള്ളാടിയിൽ. ആദ്യം പ്രധാന വാർത്തകൾ. നവംബർ മാസത്തെ റഫറണ്ട പരാജയം, ഹൈവേ വികസനം തടസ്സപ്പെടുന്നു, ഹെൽത്ത് ഇൻഷുറൻസ് നിയമത്തിലും മാറ്റം വരുന്നു. സ്വന്തം വീടിൻ്റെ വാടക മൂല്യനികുതി ഈ മാസം പാർലമെൻറ്റിൽ തീരുമാനം. ഇംഗ്ലണ്ടിലേക്കുള്ള യാത്രാ വ്യവസ്ഥയിൽ അടുത്ത വർഷം മാറ്റം വരുന്നു. സ്വിറ്റ്സർലൻഡിലെ സംഘടനാ വാർത്തകൾ. വാർത്തകൾ വിശദമായി. സ്വിറ്റ്സർലൻഡിൽ നവംബർ 24 റഫറണ്ടം നടന്ന 4 വിഷയങ്ങളിൽ 3 പരാജയപ്പെട്ടു. ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും ഹൈവേയിലെ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കുന്നതിനുമായി 6 വലിയ പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചത് ജനതീരുമാനം എതിരായതുകൊണ്ട് നടപ്പിലാകില്ല. പകരം ട്രാഫിക് മെച്ചപ്പെടുത്തുന്നതിന് മറ്റു പല നിർദ്ദേശങ്ങളും വകുപ്പ് മന്ത്രി ആൽബർട്ട് റോയ്സ്റ്റി പഠിച്ചു വരുന്നു. ഹൈവേകളിൽ തിരക്കുള്ള സമയം സ്പീഡ് 80 കിലോമീറ്ററായി കുറയ്ക്കുക, ആ സമയം യാത്ര ചെയ്യുന്നവരിൽ നിന്നും അധിക ഫീസ് ഈടാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും പരിഗണനയിലുണ്ട്. പരിസ്ഥിതിവാദികൾക്കൊപ്പം ചേർന്ന് സ്ത്രീ സമൂഹം വോട്ട് ചെയ്താണ് ഈ റഫറണ്ടം പരാജയപ്പെടുത്തിയതെന്ന ശക്തമായ ആക്ഷേപവും ഉയരുന്നുണ്ട്. കെട്ടിട ഉടമകൾക്ക് അനുകൂലമായി പാർലമെൻറ്റ് പാസ്സാക്കിയ 2 നിയമങ്ങൾക്കെതിരെ ഉണ്ടായ റഫറണ്ടങ്ങൾ പരാജയപ്പെട്ടതും സർക്കാരിന് തിരിച്ചടിയായി. വാടകക്കാർക്ക് അനുകൂലമായ നിലവിലെ നിയമം മാറ്റമില്ലാതെ തുടരുന്നതാണ്. ആരോഗ്യ ഇൻഷുറൻസിൽ ഭേദഗതികൾ വരുത്തിക്കൊണ്ടുള്ള എഫാസ് നിയമം 53.3% എന്ന ഭൂരിപക്ഷത്തിൽ പാസ്സായി. ആരോഗ്യ മേഖലയിൽ ഓരോ വർഷവും 400 മില്യൺ ചെലവ് കുറയുമെന്നാണ് സർക്കാർ പറയുന്നത്. 2026 മുതൽ ഈ നിയമം നടപ്പിലാക്കി തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഓൾഡ് ഏജ് ഹോം, സ്പീറ്റെക്സ് തുടങ്ങിയ മേഖലയിൽ പുതിയ നിയമത്തിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി നടപ്പിലാക്കുക 2032 ഐൻഹൈറ്റ്ലി ഫിനാൻസിയറും ഡെർ ലൈസ്റ്റൂങ്ങൻ എന്ന എഫാസ് ഉദ്ദേശിക്കുന്നത് ചികിത്സകൾക്ക് ഇൻഷുറൻസ് സ്ഥാപനങ്ങളും സർക്കാരും നൽകുന്ന വിഹിതം ഏകീകൃതമാക്കുക എന്നാണ്. നിലവിലെ നിയമമനുസരിച്ച് ഒരു രോഗി ആശുപത്രിയിൽ കിടന്ന് ചികിത്സിക്കേണ്ടി വന്നാൽ ചെലവിൻ്റെ 55% കന്റോൺ സർക്കാരും 45% ഇൻഷുറൻസ് സ്ഥാപനവുമാണ് നൽകുന്നത്. ആശുപത്രിയിൽ കിടക്കാതെയുള്ള ചികിത്സകളുടെ മുഴുവൻ ചെലവും ഇൻഷുറൻസ് നൽകുന്നു. ഓൾഡ് ഏജ് ഹോമുകളിൽ താമസിക്കുന്നവരുടെയും സ്പിറ്റെക്സ് തുടങ്ങിയ ഏജൻസികളുടെ സേവനം വാങ്ങി വീട്ടിൽ കഴിയുന്നവരുടെയും ചെലവുകളിൽ പകുതിയിലധികവും സർക്കാരാണ് നൽകുന്നത്. ഇപ്പോൾ പാസ്സാക്കപ്പെട്ടിരിക്കുന്ന നിയമമനുസരിച്ച് ഒരു രോഗിക്ക് ആവശ്യമായി വരുന്ന ചെലവിൻ്റെ 26.9% കന്റോൺ സർക്കാരും 73.1% ഇൻഷുറൻസ് സ്ഥാപനങ്ങളും നൽകേണ്ടതാണ്. ആശുപത്രിയിൽ കിടന്നാലും ഇല്ലെങ്കിലും എല്ലാ ചികിത്സകൾക്കും ഈ അനുപാതം പാലിക്കണം. ഈ നിയമം നടപ്പിലാകുന്നത് വഴി ചികിത്സാ രംഗത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവുകയും രോഗി സൗഖ്യപ്പെടുന്നതിന് മുൻപ് തന്നെ വീടുകളിലേക്ക് പറഞ്ഞുവിടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന വിമർശനവും ശക്തമാണ്. ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ആശുപത്രികൾക്ക് നഷ്ടമുണ്ടാവുകയും ചെയ്താൽ രോഗികളെ പ്രതികൂലമായി ബാധിക്കുമെന്നും അഭിപ്രായം ഉയരുന്നുണ്ട്. സർക്കാർ പറയുന്ന രീതിയിൽ ചെലവ് കുറയുമെന്ന് ഒരു ഉറപ്പും പറയാനുമാകില്ല. നിയമത്തിൻ്റെ ഗുണദോഷങ്ങൾ വരും വർഷങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നതാണ്. സ്വന്തം വീടിൻ്റെ വാടക മൂല്യം വരുമാനത്തിൽപ്പെടുത്തി നികുതി വാങ്ങുന്ന നിയമം സ്വിറ്റ്സർലൻഡിലുണ്ട്. വാടക മൂല്യം അഥവാ ഐഗൻ മീറ്റ്വെർട്ട് എന്ന വ്യവസ്ഥ അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ രാജ്യത്ത് വർഷങ്ങളായി തുടക്കുകയാണ്. ഈ ചർച്ചകളിൽ അഭിപ്രായ ഐക്യം പാർലമെൻറ്റ് ഉണ്ടാകുന്നു എന്നതും ഈ മാസം തീരുമാനമാകുമെന്നതും വാർത്തയാണ്. ലോകമഹായുദ്ധങ്ങളുടെ കാലഘട്ടത്തിൽ കനത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ 1934 ആരംഭിച്ചതാണ് ഈ നികുതി വ്യവസ്ഥ. പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നതിന് ഏതാനും വർഷത്തേക്ക് മാത്രം എന്ന് പറഞ്ഞു തുടങ്ങിയ നിയമം പിന്നീട് അതുപോലെ തുടർന്നു പോന്നു. കഷ്ടപ്പെട്ട് പണം സ്വരുക്കൂട്ടിയും വൻതുക ബാങ്ക് വായ്പ എടുത്തുമാണ് ഒരാൾ വീട് വാങ്ങുന്നത്. ആ വീട് വാടകയ്ക്ക് നൽകിയാൽ കിട്ടാൻ സാധ്യതയുള്ള വരുമാനത്തിൻ്റെ 60 മുതൽ 70% വരെ ഉടമസ്ഥൻ്റെ വരുമാനമായി കണക്കാക്കി നികുതി വിധേയമാക്കുക എന്നതാണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതര യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് വാടകയ്ക്ക് താമസിക്കുന്ന ജനങ്ങൾ സ്വിറ്റ്സർലൻഡിൽ കൂടുതലാണ്. ജനസംഖ്യയുടെ 36% വാടകക്കാരാണ്. വീടില്ലാത്തവർ വാടകയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് വീട് വാങ്ങുന്നവർക്കുള്ള ശിക്ഷയായിട്ടാണ് നിയമത്തെ കാണുന്നത്. കാലങ്ങളായി രാഷ്ട്രീയ കക്ഷികളും പാർലമെൻറ്റും ചർച്ചകൾ നടത്തിയെങ്കിലും അഭിപ്രായ ഐക്യം ഉണ്ടായിട്ടില്ല. സർക്കാർ എടുക്കുന്ന തീരുമാനത്തിനെതിരെ റഫറണ്ടം ഉണ്ടാകാനുള്ള സാധ്യത മൂലമാണ് തീരുമാനം ഉണ്ടാകാതിരിക്കുന്നത്. പാർലമെൻറ്റ് ഇരുസഭകളും 2017 മുതൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്.
ഈ വിൻ്റർ സമ്മേളനത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ അറിവ്. ആൽപ്സ് ടൂറിസ്റ്റ് മേഖലകളിൽ രണ്ടാമതൊരു വീട് സ്വന്തമായിട്ടുള്ളവരുടെ കാര്യം പരിഗണിക്കുന്നതിൽ ഇരു സഭകളും സമവായത്തിലെത്തിയിരുന്നില്ല. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ ധനകാര്യ കമ്മീഷൻ കഴിഞ്ഞ മാസം അനുകൂല നിലപാടെടുത്തു കഴിഞ്ഞു. രണ്ടാമത്തെ വീടിനും വാടക മൂല്യനികുതി ഒഴിവാക്കാമെന്ന നാഷണൽ കൗൺസിൽ തീരുമാനത്തോട് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സും യോജിപ്പിലെത്തുകയാണ്. രണ്ടാമത്തെ വീടിന് കെട്ടിട നികുതി ഏർപ്പെടുത്തുക എന്ന നിർദ്ദേശമാണ് പുതിയതായി ഉണ്ടാകുന്നത്. ഈ നികുതി നിർദ്ദേശത്തിനെതിരെ ആൽപ്സ് കന്റോണുകൾ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. പുതിയ നികുതി ഏർപ്പെടുത്തുന്നതിലും ഭേദം നിലവിലെ നിയമം തുടരുകയാണ് സ്വീകാര്യമെന്നാണ് അവർ വാദിക്കുന്നത്. ഇമ്പ്യൂട്ടഡ് റെൻ്റൽ വാല്യൂ എന്ന ഐഗൻ മീറ്റ്വെറ്റ് ഒഴിവാകുമ്പോൾ മോർട്ട്ഗേജ് പലിശയുടെ എത്ര ശതമാനം നികുതി വരുമാനത്തിൽ നിന്ന് കുറയ്ക്കണമെന്നും വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായുള്ള തുക എത്രത്തോളം നികുതിരഹിത വരുമാനത്തിൽപ്പെടുത്തണമെന്നും തീരുമാനമാകേണ്ടതുണ്ട്. എന്ത് തീരുമാനമുണ്ടായാലും റഫറണ്ടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്വിറ്റ്സർലൻഡിലെ പെൻഷൻ വ്യവസ്ഥ 3 പില്ലർ ആയിട്ടാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. സ്റ്റേറ്റ് പെൻഷൻ, തൊഴിൽ പെൻഷൻ, കൂടാതെ മൂന്നാമത്തെ പില്ലർ ആയ 3A എന്ന വ്യക്തിഗത നിക്ഷേപം. മൂന്നാം പില്ലർ നിക്ഷേപം ഒരു വ്യക്തിയുടെ സ്വന്തം ഇഷ്ടമാണ്. പരമാവധി 1 വർഷം അടയ്ക്കാവുന്ന തുക സർക്കാർ തീരുമാനിക്കും. മാത്രവുമല്ല, ഈ അടവ് നികുതിരഹിതമാക്കുകയും ചെയ്യും. 2024 ജോലി ചെയ്യുന്ന ഒരാൾക്ക് നിക്ഷേപിക്കാവുന്ന പരമാവധി തുക 7056 ഫ്രാങ്കും സ്വയം തൊഴിൽ ചെയ്യുന്ന പെൻഷൻ ഫണ്ടിൽ പണം അടയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് ശിഷ്ട വരുമാനത്തിന് 20% പരമാവധി 35,280 ഫ്രാങ്ക് വരെയോ നിക്ഷേപിക്കാവുന്നതാണ്. പെൻഷനാകുന്നതിന് 5 വർഷം മുൻപ് മുതൽ ഈ പണം പിൻവലിക്കാവുന്നതാണ്. അല്ല എങ്കിൽ വീട് വാങ്ങുന്നതിനോ സ്വയം സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനോ എടുക്കാവുന്നതാണ്. 2025 മുതൽ ബ്രിക്ടേ സോയിലി എന്ന തേർഡ് പില്ലർ നിക്ഷേപത്തിൽ ചില നിയമമാറ്റം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ ഭാഗികമായോ പൂർണ്ണമായോ അടയ്ക്കാൻ പറ്റാതിരുന്ന തുക പിന്നീട് അടയ്ക്കുവാൻ നിയമം അനുവദിച്ചിരുന്നില്ല. എന്നാൽ 2025 മുതലുള്ള വർഷങ്ങളിൽ അതാത് വർഷത്തെ പരമാവധി തുക നിക്ഷേപിക്കാൻ പറ്റാതെ വന്നാൽ പിന്നീട് ആ വ്യത്യാസം പരിഹരിക്കുവാൻ നിയമമാറ്റത്തിലൂടെ അനുമതി നൽകിയിരിക്കുകയാണ്. 2025 കുറവ് 2026 പിന്നീടോ അടയ്ക്കാവുന്നതാണ്. 2025 നിയമം പ്രാബല്യത്തിലാകുന്നതുകൊണ്ട് അതിന് മുൻപുള്ള വർഷങ്ങളെ കുറവ് പരിഹരിക്കുവാൻ പറ്റില്ല. കുറവ് പരിഹരിക്കുവാൻ ആഗ്രഹിക്കുന്ന വർഷം ജോലി ചെയ്യുകയും ആഹഫ് ഫണ്ടിൽ വിഹിതം അടയ്ക്കുകയും ചെയ്തിട്ടുണ്ടാകണം എന്നുകൂടി നിയമം പറയുന്നു. 10 വർഷം വരെ പിന്നോട്ട് ഈ അടവ് സാധ്യമാകും. 2025 ഒരു വ്യക്തിക്ക് 3A നിക്ഷേപത്തിൽ അടയ്ക്കാവുന്ന പരമാവധി തുക 7258 ഫ്രാങ്കും സ്വയം തൊഴിൽ സംരംഭകന് പരമാവധി അടയ്ക്കാവുന്നത് 36,288 ഫ്രാങ്കും ആയി സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രെക്സിറ്റ് വഴി ഇംഗ്ലണ്ട് പുറത്തുപോയതിനു ശേഷം യാത്രാ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരികയാണ്. യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് 2025 ഏപ്രിൽ 2 മുതൽ ഇംഗ്ലണ്ട് സന്ദർശനത്തിന് ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ ആവശ്യമാണ്. യൂണിയനിലെ പൗരന്മാർ അല്ലാത്തവർക്ക് ഈ നിയമം 2025 ജനുവരി 8 മുതൽ പ്രാബല്യത്തിൽ വരും. ഓൺലൈൻ വഴി ഓതറൈസേഷൻ ലഭിക്കുന്നതിനുള്ള അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷാ ഫീസ് 10 പൗണ്ട് ആയിരിക്കും. ഒരിക്കൽ ലഭിക്കുന്ന ഓതറൈസേഷന് 2 വർഷത്തെ കാലാവധിയുണ്ട്. അതിനു മുൻപ് പാസ്പോർട്ടിൻ്റെ കാലാവധി അവസാനിച്ചാൽ ഓതറൈസേഷൻ കാലാവധിയും തീരുന്നതാണ്. യൂറോപ്യൻ യൂണിയൻ സന്ദർശിക്കുന്ന ബ്രിട്ടീഷ് പൗരന്മാർക്കും ഇതേ നിയമം തന്നെ അടുത്ത വർഷം മുതൽ ബാധകമാക്കുന്നതിന് യൂണിയൻ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. അതിർത്തികൾ ഡിജിറ്റലാക്കുകയും രാജ്യത്ത് പ്രവേശിക്കുന്നവരുടെ രേഖകളിൽ കൂടുതൽ സൂക്ഷ്മത വരുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഈ നിയമത്തിന് പിന്നിലെന്ന് ബ്രിട്ടീഷ് സർക്കാർ പറയുന്നു. സൈബർ കുറ്റകൃത്യങ്ങൾ രാജ്യത്ത് ക്രമാതീതമായി വർദ്ധിക്കുന്നതുകൊണ്ട് ജനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് അഭ്യർത്ഥിക്കുന്നു. ടെലിഫോൺ സന്ദേശങ്ങൾ തട്ടിപ്പിനുള്ള പ്രധാന മാർഗമായി ക്രിമിനലുകൾ സ്വീകരിക്കുന്നു. ഓരോ 8.5 മിനിറ്റിലും സൈബർ കേസുകൾ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. 2024 ജൂൺ 30 വരെ 34,789 സൈബർ കുറ്റകൃത്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നവംബർ അവസാനം 52,700 വർദ്ധിച്ചു. മുൻ വർഷത്തെ അപേക്ഷിച്ച് വളരെ കൂടുതലാണിത്. ഓർഡർ ചെയ്ത ഓൺലൈൻ പാക്കറ്റ് സംബന്ധമായി SMS ലഭിക്കുന്നത് സർവ്വസാധാരണമായി കഴിഞ്ഞു. ധാരാളം പേർ പാക്കറ്റ് ഓർഡർ ചെയ്യുന്നതുകൊണ്ട് തെറ്റായ SMS വിശ്വസിക്കാൻ സാധ്യത കൂടുതലാണ്. ലഭിക്കുന്ന SMS ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ പണനഷ്ടം ഉറപ്പാണ്. ട്വിൻറ്റ് എന്ന പേയ്മെൻറ്റ് സിസ്റ്റം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. വളരെ എളുപ്പം സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് പണമടയ്ക്കാൻ പറ്റുന്നു എന്നതാണ് കാരണം. സൈബർ ക്രിമിനലുകൾ ഈ വഴികളിലൂടെയും പണം മോഷ്ടിക്കുവാൻ ശ്രമം തുടങ്ങിയെന്നാണ് സൂറജ് കൻറ്റോൺ പോലീസ് അറിയിക്കുന്നത്. ട്വിൻറ്റ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്നും കസ്റ്റമർ കെയർ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്നതിന് ലിങ്ക് ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള SMS ആണ് ലഭിക്കുക. ലിങ്ക് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുകയും പണം നഷ്ടമാവുകയും ചെയ്യും. അതുപോലെ തന്നെ വാഹനങ്ങൾക്കുള്ള പിഴയുമായി ബന്ധപ്പെട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അയക്കുന്ന അറിയിപ്പ് എന്ന രീതിയിലും
ക്രിമിനലുകൾ സന്ദേശം അയക്കുന്നതും പതിവാണ്. സംശയം തോന്നുന്ന കാര്യങ്ങൾ പോലീസുമായി നേരിട്ട് ബന്ധപ്പെട്ട് വ്യക്തത വരുത്തുന്നതാണ് അഭികാമ്യം. സൈബർ ക്രിമിനലുകൾ ഓരോ ദിവസവും പുതിയ മാർഗങ്ങളാണ് തട്ടിപ്പിനായി ഉപയോഗിക്കുന്നത്. കൂടുതൽ ജാഗ്രത ഉണ്ടാകണമെന്ന് ജനങ്ങളോട് പോലീസ് ആവശ്യപ്പെടുന്നു. സൂറിച്ച് ബേൺ കന്റോണുകളിൽ വാഹനങ്ങൾക്ക് നൽകുന്ന 6 അക്ക നമ്പർ തീരുന്ന സാഹചര്യത്തിൽ അക്കങ്ങളും അക്ഷരങ്ങളും ചേർത്ത് പുതിയ നമ്പർ പ്ലേറ്റ് ആരംഭിക്കാനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിച്ചിരിക്കുകയാണ്. പല രാജ്യങ്ങളിലും ഈ രീതി നിലവിലുണ്ട്. അതനുസരിച്ചാണ് സ്വിറ്റ്സർലൻഡിലും ഈ നയം സ്വീകരിക്കാമെന്ന് ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. 6 അക്ക നമ്പർ തീരുന്ന മുറയ്ക്ക് 7 അക്ക നമ്പർ ആരംഭിക്കുകയാണ് നിലവിൽ സാഹചര്യത്തിൽ ഉചിതമെന്നാണ് സർക്കാരിൻ്റെ പുതിയ തീരുമാനം. ആളുകളുടെ താല്പര്യമനുസരിച്ച് അക്കങ്ങളും അക്ഷരങ്ങളും ചേർത്ത് നമ്പർ നൽകുന്നത് സർക്കാരിന് വരുമാനമാർഗമായിരുന്നു. ബെൽജിയം, ജർമ്മനി, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇപ്രകാരം നമ്പർ നൽകുന്നുണ്ട്. 2023 €1000 വീതം വാങ്ങി 13,000 നമ്പറുകൾ ബെൽജിയത്തിൽ നൽകിയത് ഉദാഹരണമായി പറയുന്നു. ഏതായാലും ഇത്തരം വാനിറ്റി പ്ലേറ്റ്സ് പ്രതീക്ഷിച്ചിരുന്നവർക്ക് നിരാശ നൽകുന്ന തീരുമാനമാണ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. Hello everybody, my name is Girish Aryan Gatal. Our homes are going to be powered by solar in the near future. There are 3 main reasons for it. Number 1, the government is supporting renewable energy. Number 2, people are looking to support Go Green initiative. Number 3, of course, the reduction in the electricity costs. Hello all, I am Gigi Palathanam. Buying a solar system is a long-term investment. We have launched SolarTech solution to serve you because we know each of you. We are easily accessible. We want to build a long-term relationship with you. Mijn naam is Antonio Colucci and I arbeid voor de White Line SolarTech solution. Hello, I'm Pedro. I'm working for White Line SolarTech solution. We are committed to provide you best quality, Best service, best price. വിധവ പെൻഷൻ നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുവാൻ സ്വിസ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രാലയം ആവശ്യമായ പരിഷ്കാരങ്ങൾ വരുത്തി കഴിഞ്ഞു. ഇനി പാർലമെൻറ്റ് ചർച്ച ചെയ്ത് പാസ്സാക്കേണ്ടതുണ്ട്. അപ്പൻസൽ സ്വദേശിയായ മാക്സ് ബീലർ നടത്തിയ നിയമ പോരാട്ടമാണ് ഈ പരിഷ്കരണത്തിന് കാരണമായത്. വിഭാര്യനായ മാക്സ് ബീലറുടെ മക്കൾക്ക് പ്രായപൂർത്തിയായതോടെ തനിക്ക് ലഭിച്ചു വന്നിരുന്ന പെൻഷൻ ഇല്ലാതായി. ഒരു വിധവയ്ക്ക് ജീവിതകാലം മുഴുവൻ പെൻഷൻ കിട്ടുമ്പോൾ വിഭാര്യന് മക്കൾ പ്രായപൂർത്തിയാകുന്നവരെ മാത്രമേ പെൻഷൻ അർഹതയുള്ളൂ. ഈ നിയമം സ്ത്രീ പുരുഷ സമത്വത്തിനെതിരും വിവേചനപരവുമാണെന്ന് അദ്ദേഹം സ്വിസ് കോടതിയിൽ വാദിച്ചെങ്കിലും അനുകൂല തീരുമാനമുണ്ടായില്ല. തുടർന്ന് യൂറോപ്യൻ മനുഷ്യാവകാശ കോടതി സമീപിക്കുകയും അനുകൂല വിധി നേടുകയും ചെയ്തു. ഈ നിയമം മനുഷ്യാവകാശ ലംഘനവും സമത്വത്തിന് എതിരാണെന്നും സ്വിറ്റ്സർലൻഡ് തിരുത്തണമെന്നും മനുഷ്യാവകാശ കോടതി ആവശ്യപ്പെടുകയായിരുന്നു. അതനുസരിച്ചാണ് സർക്കാർ പരിഷ്കരണ ചർച്ചകൾ തുടങ്ങിയത്. എന്നാൽ പുതിയ നിർദ്ദേശങ്ങളിൽ വിഭാര്യന് പെൻഷൻ ആനുകൂല്യം ലഭിക്കുകയുമില്ല, വിധവയ്ക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ അവസാനിക്കുകയും ചെയ്യുകയാണ്. വിഭാര്യനും പെൻഷൻ നൽകി സമത്വം കൊണ്ടുവരണമെന്നായിരുന്നു മാക്സ് ബീലർ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ വിധവയുടെ പെൻഷൻ ഇല്ലാതാക്കി സമത്വം കൊണ്ടുവരുന്ന നിർദ്ദേശമാണ് സർക്കാരിനുള്ളത്. സർക്കാർ നിർദ്ദേശിക്കുന്ന പ്രധാന ഭേദഗതികൾ നോക്കാം. ഇളയ കുട്ടിക്ക് 25 വയസ്സ് പ്രായമാകുന്നതുവരെ വിധവയ്ക്കും വിഭാര്യനും ഒരുപോലെ പെൻഷൻ ലഭ്യമാകുന്നു. വിവാഹിതരാകാതെ പാർട്ട്ണർ വ്യവസ്ഥയിൽ ഒരുമിച്ച് താമസിക്കുന്നവരിൽ ഒരാൾ മരിച്ചാലും ഈ നിയമം ബാധകമാക്കുന്നു. മക്കൾക്ക് 25 വയസ്സ് കഴിഞ്ഞ ശേഷം ഭാര്യയോ ഭർത്താവോ മരണപ്പെട്ടാൽ സാമ്പത്തിക പ്രതിസന്ധി ക്രമപ്പെടുത്തുന്നതിനായി 2 വർഷം വരെ പെൻഷൻ ലഭിക്കാം. 58 വയസ്സിന് ശേഷം ഒരാൾ മരിക്കുകയും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്താൽ സപ്ലിമെൻ്ററി ബെനിഫിറ്റ്സ് എന്ന എർഗൻസും ലൈസ്റ്റൂങ്ങിന് അർഹതയുണ്ടായിരിക്കും. 2026 ഈ നിയമം പ്രാബല്യത്തിൽ വരുന്ന വിധം സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. വൈകാതെ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വരുന്നതാണ്. നിയമം നടപ്പിലാകുമ്പോൾ 55 വയസ്സിൽ താഴെ പ്രായമുള്ള വിധവകൾക്ക് 2 വർഷം കൂടി മാത്രം പെൻഷൻ ലഭിക്കും. 55 വയസ്സിന് മേൽ പ്രായമുള്ള വിധവകൾക്ക് ലഭിച്ചു വരുന്ന പെൻഷൻ മാറ്റമില്ലാതെ തുടർന്നും നൽകുന്നതാണ്. പാർലമെൻറ്റ് നിയമം പാസ്സാക്കിയാലും റഫറൻഡം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വനിതാ സംഘടനകൾ നിയമത്തിനെതിരെ ശബ്ദമുയർത്തിക്കഴിഞ്ഞു. വിഭാര്യന് പെൻഷൻ നൽകുവാൻ തയ്യാറല്ല എന്ന കാരണം പറഞ്ഞ് വിധവയുടെ പെൻഷൻ നിർത്തലാക്കുന്നത് അധാർമികമെന്നാണ് ഇവർ ഉയർത്തുന്ന വിമർശനം. ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ഒരു വ്യക്തിയുടെ വരുമാനത്തിന് 10% കൂടരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇനിഷ്യേറ്റീവ് ജൂൺ മാസം നടത്തിയത് പരാജയപ്പെട്ടിരുന്നു. 55% ആളുകൾ എതിർത്ത് വോട്ട് ചെയ്തെങ്കിലും ചില കന്റോണുകളിൽ ഭൂരിപക്ഷം അനുകൂലമായി വോട്ട് ചെയ്തു. ബാസൽ സിറ്റി കന്റോൺ 54% ഭൂരിപക്ഷത്തിൽ ഇനിഷ്യേറ്റീവ് പാസ്സാക്കിയിരുന്നു.
SP എന്ന പാർട്ടി നേതൃത്വം നൽകിയ ഈ ഇനിഷ്യേറ്റീവ് രാജ്യവ്യാപകമായി പരാജയപ്പെട്ടെങ്കിലും ഈ പാർട്ടി ഭരിക്കുന്ന ബാസൽ സിറ്റി കന്റോണിൽ നടപ്പിലാക്കുവാൻ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ പെൻഷൻ അടവ് കിഴിച്ചുള്ള വരുമാനത്തിൻ്റെ 10% അധികം പ്രീമിയം കൂടാതിരിക്കുക എന്നാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. കുറവ് വരുന്ന പ്രീമിയ തുക കന്റോൺ നൽകുക എന്നതാണ് തീരുമാനം. ധനനീക്കിയിരിപ്പ് വർഷങ്ങളായി കന്റോൺ ഖജനാവിൽ വർദ്ധിച്ചു വരികയാണ്. പ്രീമിയം അടവ് രീതിയിൽ ഈ തുക തിരികെ ജനങ്ങൾക്ക് നൽകുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം. എപ്പോൾ മുതൽ എങ്ങനെ ഈ തീരുമാനം നടപ്പിലാക്കുമെന്ന് സർക്കാർ കൂടുതൽ വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. വേൾഡ് മലയാളി കൗൺസിൽ സ്വിസ് പ്രോവിൻസ് കേരളപ്പിറവി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയ ചിത്രോത്സവം 2024 വിജയകരമായി സമാപിച്ചു. നവംബർ 2 സൂറിച്ച് റാപ്സിലെ സ്പോർട്സ് ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ WMC ഗ്ലോബൽ പ്രസിഡന്റ് തോമസ് മോട്ടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. സ്വിസ് പ്രോവിൻസ് പ്രസിഡന്റ് ജോബിൻസൺ കൊറ്റത്തിൽ സ്വാഗതം ആശംസിച്ചു. WMC ഗ്ലോബൽ ഭാരവാഹികളും ഇതര പ്രോവിൻസുകളുടെ ഭാരവാഹികളും സമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു. D4 ഡാൻസ് ഫെയിം ദിലീപ് കുമാർ അണിയിച്ചൊരുക്കിയ ഓപ്പണിംഗ് ഡാൻസ് പ്രോഗ്രാമിൽ 100-ലധികം കലാപ്രതിഭകൾ പങ്കെടുത്തു. മിനി ബോസ്, സിജി ആൻ്റണി എന്നിവർ മികവോടെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തു. തുടർന്ന് നടന്ന സംഗീത രാവിൽ തെന്നിന്ത്യയുടെ വാനമ്പാടി ചിത്ര, മധു ബാലകൃഷ്ണൻ, അനാമിക തുടങ്ങിയവർ സംഗീത വിരുന്നൊരുക്കി. ചെയർമാൻ ജിമ്മി കൊട്ടിക്കാട്ടുതറയിൽ, സെക്രട്ടറി ജിനു കുളങ്ങര, ട്രഷറർ ജോഷി താഴ്ത്തുകുന്നൽ, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ജോഷി പന്നാരക്കുന്നൽ, അനീഷ് മുണ്ടിയാനി, വിമൻസ് ഫോറം പ്രസിഡന്റ് സിജി ആൻ്റണി, സെക്രട്ടറി സാലി പൈങ്ങോട്ട്, യൂത്ത് ഫോറം പ്രസിഡന്റ് ജോമി കൊറ്റത്തിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് കേരളപ്പിറവി ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. ചിത്രോത്സവം എന്ന മികച്ച സംഗീത വിരുന്ന് സമ്മാനിച്ചതിൽ സ്വിസ് പ്രോവിൻസിന് അഭിമാനിക്കാവുന്നതാണ്. സ്വിറ്റ്സർലൻഡിലെ പ്രമുഖ ചാരിറ്റി ഓർഗനൈസേഷൻ ലൈറ്റ് ആൻഡ് ലൈഫ് സേവനത്തിൻ്റെ 10 വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ്. 2013 14 കുടുംബങ്ങൾ ചേർന്ന് വലിയ ലക്ഷ്യങ്ങളുമായി ആരംഭം കുറിച്ച ചാരിറ്റി സംഘടനയിൽ ഇന്ന് 19 കുടുംബങ്ങളാണ് സേവനത്തിൻ്റെ ചരിത്രം എഴുതുന്നത്. നിരാലംബരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം, ഭവനരഹിതർക്ക് അഭയം, ഭിന്നശേഷിക്കാർക്ക് യാത്രാ സൗകര്യം തുടങ്ങിയ മേഖലകളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 19 കോടി രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. 118 വീടുകൾ, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ 4 സ്കൂൾ കെട്ടിടങ്ങൾ, മഡഗാസ്കറിൽ 2 ഹൈസ്കൂൾ കെട്ടിടങ്ങൾ എന്നിവ എടുത്തു പറയേണ്ട നേട്ടങ്ങളാണ്. ലൈറ്റ് ഫോർ ചൈൽഡ് എന്ന വിദ്യാഭ്യാസ പദ്ധതിയിൽ 210 കുട്ടികൾക്ക് ഓരോ വർഷവും സഹായം നൽകി വരുന്നു. അടുത്ത 5 വർഷത്തേക്ക് 1 മില്യൺ സ്വിസ് ഫ്രാങ്കിൻ്റെ പദ്ധതികൾ സംഘടന ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. 10ാം വർഷ ജൂബിലിയുടെ അവസാനഘട്ട ആഘോഷങ്ങൾ സ്വിറ്റ്സർലൻഡിലെ തൊയ്ഫനിൽ വെച്ച് നടത്തി. നഗരസഭാ പ്രസിഡന്റ് റെറ്റോ ആൾട്ടർ, കാത്തലിക് കമ്മ്യൂണിറ്റി പ്രതിനിധി സ്റ്റെഫാൻ സ്റ്റൗപ്പ് എന്നിവർ പങ്കെടുത്തു. വെളിച്ചമാകൂ, ജീവിതത്തിന് വെളിച്ചമേകൂ എന്ന ആപ്തവാക്യം ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവകാരുണ്യ മേഖലയിൽ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ലൈറ്റ് ആൻഡ് ലൈഫ് സംഘടനയിലെ 19 കുടുംബങ്ങൾക്കും അഭിനന്ദനങ്ങൾ. ഒത്തിരി നന്മകൾ ലൈറ്റ് ആൻഡ് ലൈഫിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സ്വിസ് മലയാളി വിൻ്റർ ടൂർ എന്ന സംഘടന നടത്തിവരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായ ഭവന നിർമ്മാണം പൂർത്തിയായി. കേരളത്തിൽ അയ്യമ്പുഴ പഞ്ചായത്ത് നിർമ്മിച്ച വീട് ലോക കേരള സഭ ജർമ്മൻ പ്രതിനിധി പോൾ ഗോപുരത്തെങ്കൽ താക്കോൽദാന കർമ്മം നിർവഹിച്ച് കൈമാറി. സംഘടനയുടെ പ്രസിഡന്റ് ജോൺസൺ ഗോപുരത്തെങ്കൽ, സെക്രട്ടറി ലിവിങ്സ്റ്റൺ തുടിയിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. സ്വിസ് മലയാളി അസോസിയേഷൻ പ്രശസ്ത മെൻ്റലിസ്റ്റ് ആദിയുടെ ഇൻസോമിനിയ പ്രോഗ്രാം ഡിസംബർ 15 റൈനാഹിൽ വെച്ച് നടത്തുകയാണ്. മാനുഷിക ചിന്തകൾക്കതീതമായി മനഃശാസ്ത്രവും മാജിക്കും സമന്വയിപ്പിച്ച് കണ്ണിനും കാതിനും ചിന്തകൾക്കും വിസ്മയം സമ്മാനിക്കുവാൻ SMA ഒരുക്കുന്ന ഇൻസോംനിയയിലേക്ക് എല്ലാവരെയും സംഘാടകർ സ്വാഗതം ചെയ്യുന്നു. റൈനാഹ് നിക്കോളസ് പാരിഷ് ഹാളിൽ വെച്ച് ഡിസംബർ 15 5 മണിക്കാണ് ഷോ ആരംഭിക്കുന്നത്. സ്വിറ്റ്സർലൻഡിലെ കലാസാംസ്കാരിക സംഘടനയായ ഭാരതീയ കലാലയം ഭാരതീയം 2025 എന്ന പേരിൽ സംഗീത വിരുന്നൊരുക്കുകയാണ്. സംഘടനയുടെ 26ാം വാർഷികത്തോടനുബന്ധിച്ച് 2025 മാർച്ച് 8 സൂറിച്ച് റാപ്സിലെ സ്പോർട്സ് ഹാളിൽ വെച്ചാണ് കലോത്സവം നടത്തുന്നത്. പ്രശസ്ത ഗായകരായ വിധു പ്രതാപ്, ആര്യ ദയാൽ, അനുകരണ കലയിലെ വിസ്മയം മഹേഷ് കുഞ്ഞുമോൻ എന്നിവർ മുഖ്യ ആകർഷണമായിരിക്കും. കലാലയം ചെയർമാൻ വിൻസെൻ്റ് പറയന്നിലം, സെക്രട്ടറി റോബിൻ തുരുത്തിപ്പള്ളി, ട്രഷറർ റോസ്ലിൻ വിധേയത്തിൽ, പ്രോഗ്രാം കോർഡിനേറ്റർ റോഹൻ തോമസ്, PRO ജീസൺ ആൻ്റണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി കലോത്സവ വിജയത്തിനായി പ്രവർത്തനം ആരംഭിച്ചു. എല്ലാ കലാസ്നേഹികളെയും ഭാരതീയം 2025 ക്ഷണിക്കുകയാണ് എന്നും
മുൻ വർഷങ്ങളിലേതുപോലെ വിവിധ ഇനങ്ങളിൽ കലാമത്സരങ്ങൾ നടത്തുമെന്നും ചെയർമാൻ വിൻസെൻ്റ് പറയുന്നിലം അറിയിച്ചു. തൊഴിൽദാതാക്കൾക്കും തൊഴിലാളികൾക്കുമിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട സമിതിയാണ് പേഴ്സണൽ കമ്മീഷൻ. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് സ്വിറ്റ്സർലൻഡിലെ എല്ലാ കന്റോണുകളിലും പേഴ്സണൽ കമ്മീഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. സൂറിച്ച് കന്റോണിലെ പേഴ്സണൽ കമ്മീഷൻ പാനലിലേക്ക് ഇത്തവണ മലയാളിയായ ദിപു ഉള്ളാട്ടിൽ മത്സരിക്കുകയാണ്. ജീവനക്കാരുടെ അവകാശങ്ങൾ നേടുന്നതിനായി പ്രവർത്തിക്കുന്ന ഈ കമ്മീഷനിലേക്ക് മത്സരിക്കുന്ന ദിപുവിന് വിജയാശംസകൾ നേരുന്നു. ലോകരക്ഷയ്ക്കായി മനുഷ്യരൂപമെടുത്ത അനശ്വര വിശുദ്ധിയെ സ്വീകരിക്കുവാൻ മഞ്ഞിൻ്റെ പുതുപ്പണിഞ്ഞ ഡിസംബറിൽ മാനവരാശി ഒരുങ്ങുകയാണ്. സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെ സന്ദേശവുമായി രക്ഷകൻ വരുമ്പോൾ അശാന്തിയുടെ വാർത്തകളാണ് കാത്തിരിക്കുന്നത്. റഷ്യ, ഉക്രൈൻ, പാലസ്തീൻ, ഇസ്രായേൽ, ലെബനോൻ, അങ്ങനെ സംഘർഷഭരിതമായ ഒട്ടേറെ വാർത്തകൾ. എല്ലാം മറന്ന് ജനങ്ങൾക്ക് ഉല്ലാസമേകാൻ യൂറോപ്യൻ നഗരങ്ങൾ ദീപാലങ്കാരങ്ങളിൽ പ്രശോഭിക്കുകയാണ്. ക്രിസ്മസ് മാർക്കറ്റുകൾ ജനത്തെ ആകർഷിക്കുന്നു. വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളും ഗ്ലൂ വൈനും ഉത്സവ പ്രതീതിയും ഒത്തുചേരുമ്പോൾ മനുഷ്യൻ ദുഃഖങ്ങൾ മറക്കുന്നു. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒത്തുകൂടി സന്തോഷം പങ്കുവയ്ക്കുന്ന ദിവസങ്ങളാണ് ഇനി വരുന്നത്. യൂറോപ്യൻ നഗരങ്ങളിലെ ക്രിസ്മസ് മാർക്കറ്റുകൾ പ്രസിദ്ധമാണ്. ധാരാളം ടൂറിസ്റ്റുകൾ ഓരോ മാർക്കറ്റിലും എത്തുന്നു. സ്ട്രാസ്ബുർഗ്, പാരീസ്, ന്യൂറംബർഗ്, ലണ്ടൻ, വിയന്ന, ബാസൽ തുടങ്ങിയ വിവിധ നഗരങ്ങളിലെ ക്രിസ്മസ് മാർക്കറ്റുകൾ സന്ദർശകരാൽ നിറയുകയാണ്. ബാസൽ സിറ്റിയിലെ ദീപാലങ്കാരങ്ങളും ക്രിസ്മസ് മാർക്കറ്റിലെ ദൃശ്യങ്ങളുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അശാന്തിയുടെയും സംഘർഷത്തിൻ്റെയും ഇരുണ്ട മേഘങ്ങൾക്കിടയിൽ പ്രതീക്ഷയുടെ പൊൻകിരണവുമായി ഉണ്ണിയേശു പിറക്കുകയാണ്. മാലാഹമാർ പാടിയ സമാധാന സന്ദേശം ലോകമെങ്ങും എത്തട്ടെ. സന്മൻസ് ഉള്ളവർക്കൊപ്പം ചേർന്ന് നമുക്കും ക്രിസ്മസിനെ വരവേൽക്കാം. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ക്രിസ്മസ് കാലം ആശംസിച്ചുകൊണ്ട് ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.